Hi friends, welcome to Simis Nadan Kitchen. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് സെറാമിക് പാത്രം ഇതുപോലെ ചീത്തയായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എണ്ണയൊക്കെ പിടിച്ച് കരി പിടിച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നാണ് കേട്ടോ കാണിക്കുന്നത്. ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ പറ്റിയതാ ഇതിങ്ങനെ കരി പിടിച്ചു. അപ്പോൾ ഇതെങ്ങനെ ക്ലീൻ ചെയ്യുന്നത് നോക്കാം. അതുപോലെ ഒരു സോസ് പാൻ ഉണ്ട്. ആ സോസ് പാനിലും ഇതുപോലെ ഇങ്ങനെ കറ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആദ്യമേ ചേർക്കാൻ പോണത് കുറച്ച് ബേക്കിംഗ് സോഡ ആട്ടോ. അതങ്ങനെ ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് വിനാഗിരിയാണ്. ആ വിനാഗിരി ഒഴിക്കുമ്പോൾ അതിങ്ങനെ പതഞ്ഞു വരും കേട്ടോ. ഇനി ഇത് എല്ലായിടത്തും ഒന്ന് പറ്റിച്ചു കൊടുക്കാം. നമുക്ക് കൈ കൊണ്ട് തന്നെ വേണമെങ്കിൽ ആക്കാട്ടോ. അത് കുഴപ്പമൊന്നുമില്ല. കൈ കൊണ്ടാക്കിയെന്നും പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. നല്ല ഹാർഡായിട്ടിരിക്കണേ അത് ആ എണ്ണ. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്ന ഒരു ലിക്വിഡ് സോപ്പാട്ടോ. അത് ഒഴിച്ചെടുക്കാം. ഇനി ഇതിൽ നിറച്ചും വെള്ളം ഒഴിക്കാം. അപ്പോൾ ഇത് തിളയ്ക്കുമ്പോൾ എല്ലായിടത്തും പറ്റുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്. വെള്ളം ഒഴിച്ചാൽ മാത്രമേ ഇത് എല്ലായിടത്തും പറ്റത്തുള്ളൂ. ഇനി ഇതൊന്ന് ഓണാക്കാം. ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ. അപ്പോൾ ഇത് വെള്ളം ഇരുന്നിടത്ത് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ വെള്ളം ഇങ്ങനെ ചെറുതായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ചൂടായി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ സൈഡിലൊക്കെ ഒന്ന് പറ്റിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ ചെറുതായിട്ട് ഇളകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി തുടങ്ങി. ആ ഒരു എണ്ണയുടെയൊക്കെ ഒരു അംശമൊക്കെ ഇങ്ങനെ ഇളകി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒന്നുകൂടി തിളയ്ക്കുമ്പോൾ തന്നെ അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് പോകത്തൊന്നുമില്ല കേട്ടോ. നമ്മളിതിന് കഴുകി എടുക്കണം നന്നായിട്ട്. നന്നായിട്ടൊന്ന് വെട്ടി തിളക്കട്ടെ കേട്ടോ. ഇപ്പം ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഒന്ന് വെള്ളം ഒന്ന് പറ്റിച്ചു കൊടുക്കുക കേട്ടോ എല്ലായിടത്തും. ഇനി ഇതൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് വെള്ളം ഒന്ന് ചൂടാറട്ടെ കേട്ടോ. ഇത് നല്ല പോലെ ചൂടായിരിക്കണേണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഈ വെള്ളം ഒന്ന് കളയണേണ്. ഇനി ഒരുപാട് യൂസ് ചെയ്ത ഒരു സ്ക്രബ്ബർ എടുക്കുക. പുതിയ സ്ക്രബ്ബർ എടുക്കരുത്. പുതിയ സ്ക്രബ്ബർ എടുത്തു കഴിഞ്ഞാൽ ഇത് ചീത്തയായി പോകും. ഇത് സ്ക്രാച്ച് വീഴും. അപ്പോൾ ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്ത ഒരു പഴയ സ്ക്രബ്ബർ എടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് തേച്ച് കൊടുക്കരുത്. ഒന്ന് ഫോഴ്സ് ചെയ്ത് തന്നെ തേക്കണം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ എണ്ണയല്ലേ, അപ്പോൾ നല്ലതായിട്ട് പിടിച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് പോകുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ പുതിയ സ്ക്രബ്ബർ ആകുമ്പോഴത്തേക്ക് അതിനകത്ത് സ്ക്രാച്ച് വീഴും. അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്ത സ്ക്രബ്ബർ യൂസ് ചെയ്യുന്നത്. ഇത് കാണുന്നില്ലേ, ഇത് ശരിക്കും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇത് കണ്ടോ, ഇത് ഫുള്ളായിട്ട് ഇപ്പോൾ പോയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ ഉരച്ചെടുത്തിട്ടുണ്ട്. കമ്പിയുടെ സ്ക്രബ്ബർ വെച്ചിട്ടൊന്നുമല്ല, ഞാൻ സാധാ ഒരുപാട് പഴകിയ ഒരു സ്പോഞ്ച് വെച്ചിട്ടാട്ടോ ഞാൻ സ്ക്രബ് ചെയ്തെടുത്തേക്കണത്. നല്ലപോലെ ആ എണ്ണമയൊക്കെ പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴുകി നോക്കാം. നല്ല നീറ്റായിട്ടുണ്ട് കേട്ടോ. ഇത് ഫുൾ പോയത്.
അത് കണക്ക് എൻ്റെ സോസ് പാന് ഞാൻ അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. സോസ് പാൻ ആകുമ്പോഴത്തേക്ക് നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ അതിനകത്ത് കറയൊക്കെ പെട്ടെന്ന് പിടിക്കും. അപ്പോൾ അതും അതുപോലെ തന്നെ നല്ല നീറ്റാക്കി കേട്ടോ, ഫുൾ പോയിട്ടുണ്ട്. ഇപ്പം ഇത് ഞാനിത് ലുലുന്ന് ഞാൻ ഓഫറിൽ മേടിച്ച പാത്രമാട്ടോ, ഇങ്ങനെ 3 എണ്ണം. എനിക്ക് തോന്നുന്നു നമ്മൾ ഓഫറിലൊക്കെ മേടിക്കുന്ന പാത്രമാകുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ നല്ലതുണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. വേറെ ഒരു കടായി പോലത്തെ ഒരു പാത്രമുണ്ട്, ആ പാത്രം ഇതുവരെയും അങ്ങനെ ഇതുപോലെ കരിഞ്ഞൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. അത് ഇപ്പോഴും നല്ലതായിട്ട് തന്നെ ഇരിക്കണത്. ഇത് പിന്നെ ചായ ഉണ്ടാക്കുന്നതുകൊണ്ടായിരിക്കാം കറ പിടിച്ചത്. പക്ഷേ മറ്റേ തവ പുതിയതോടുകൂടി തന്നെ ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ ആ കരിഞ്ഞ് പിടിച്ചു കേട്ടോ അത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓഫറിൽ മേടിക്കാണ്ടിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇതും നല്ല നീറ്റായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സെറാമിക് തവ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, ഇവിടെയൊക്കെ നിറച്ചും സ്റ്റെയിൻ ആയിരുന്നു, നിറച്ചും ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് നിറച്ചും സ്റ്റെയിൻ ആയിരുന്നു. ഞാൻ പറഞ്ഞ ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ മൊത്തം എണ്ണ പിടിച്ചത് അതിൻ്റെ അകത്ത്. ആ എണ്ണയെല്ലാം കൂടെ പിടിച്ച് കരിഞ്ഞ് പിടിച്ചതായിരുന്നു. അപ്പോൾ കണ്ടോ, നല്ല വൃത്തിയായത്, നല്ല നീറ്റായിട്ടുണ്ട്. അത് കണക്കെ സോസ് പാനും അത് നല്ല നീറ്റായി. സോസ് പാൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ലൈൻ പോലെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ചായ ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരു ചായക്കറിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതും നല്ല വൃത്തിയായി. ഇപ്പം നല്ല വൈറ്റ് കളറായിട്ടുണ്ട്. ഇതൊരു ഓഫ് വൈറ്റ് കളറാണ്. ഇപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സാധാരണ നോൺ സ്റ്റിക്ക് പാത്രവും അതുപോലെ സ്റ്റീൽ പാത്രമൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം ഒരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.